2021 ഞാൻ ഡിഗ്രി ചെയ്യുന്നത്. ഡിഗ്രി കഴിഞ്ഞ ഒരു കൊല്ലം തന്നെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ ഒരു കൊല്ലം പോയി. അങ്ങനെയാണ് ഞാൻ SSCയിലേക്ക് മാറാമെന്ന് വിചാരിച്ചത്. SSC എക്സാമിന് പോവാം, SSCയിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. അന്നപ്പോൾ തന്നെ കോഴിക്കോട് ഒരു കോച്ചിങ് സെൻ്ററിൽ ചേർന്നു. ഞാൻ ശരിക്കും ടീംമേറ്റ്സിലേക്ക് വന്നത്, അല്ലെങ്കിൽ ടീംമേറ്റ്സിൽ നിന്നത് ഒരു 4 മാസം മാത്രമാണ്, ഒരു അഡ്വാൻസ് ബാച്ചിൻ്റെ ഭാഗമായിട്ട്. പക്ഷേങ്കിൽ എനിക്ക് അതിൽ അല്ലാതെ തന്നെ 3 കൊല്ലം ഞാൻ ഇതിനോട് നിന്നു. ആ 2.5 കൊല്ലമില്ലാത്തൊരു പുഷ് ഈ ടീംമേറ്റ്സിന് എനിക്ക് കിട്ടിയത് എനിക്ക് വിശ്വസിക്കുന്നുണ്ട്. മെയിൻ കാരണം ഞാൻ വിശ്വസിക്കുന്നത്, ഈ ജേണിയിൽ നമുക്ക് കോച്ചിങ് കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കോച്ചിങ് മാത്രം പോരാന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് നല്ലൊരു ഗൈഡൻസ് കൂടി വേണം. ആ ഗൈഡൻസ് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? കോച്ചിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടൻസൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. സിലബസിനെ പറ്റി നമുക്കൊരു അത്യാവശ്യം അറിവുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഗൈഡൻസ് അങ്ങനെയല്ല, നമുക്ക് സപ്പോർട്ടും ഗൈഡൻസും കിട്ടില്ല. ഞാൻ ഇവിടേക്ക് വരുന്നത് ഒരു JSO ബാച്ച് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ബാച്ചിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ടയർ 2ൻ്റെ മോക്ക് അടിക്കാൻ തുടങ്ങിയ തമ്മിൽ എനിക്കൊരു 300-305 റേഞ്ചിലൊക്കെ മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഗ്രാഫ് തായാൻ തുടങ്ങി. 290, 70, 80 അങ്ങനെ ഒരു ഒലിമോക്കിൽ ഞാൻ എൻ്റെ റെക്കോർഡ് പൊട്ടി. ഇവിടെ ചേരുമ്പോൾ തന്നെ ആകാശൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സന്ദേശം മെസ്സേജ് അയച്ചാൽ മതി. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഒരു 100 ആളുള്ള ഗ്രൂപ്പിൽ ഒരു 50 ആൾ മെസ്സേജ് അയച്ചാൽ തന്നെ റിപ്ലൈ തരാൻ എത്ര വൈകും? അതൊക്കെ വെറുതെ പറയായിരിക്കും, റിപ്ലൈ ഒന്നും കിട്ടില്ല. അങ്ങനെ വിചാരിച്ച് ഞാൻ അവിടെ നിന്നു. പിന്നെ ഈ പൊട്ടിയുടെ പിന്നെ വേറെ ഒരു വഴിയുമില്ല, സന്ദേശം മെസ്സേജ് അയക്കാം. സന്ദേശം മെസ്സേജ് അയച്ചു, സാറേ അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ സന്ദേശം ഞാനൊന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടുന്ന് ഒരുപാട് പ്രാവശ്യം ആദ്യമായിട്ട് കാണാം. മെസ്സേജ് എത്രയോ അയച്ചിട്ടുണ്ട്. സാറാണ് പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ സ്ട്രാറ്റജി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഒരു കൊല്ലം മുമ്പുള്ള സ്ട്രാറ്റജി അല്ല, എക്സാമിൻ്റെ 2 മാസം മുമ്പ് എത്തുമ്പോഴുള്ള മാറ്റേണ്ടത്. സാറാണ് പറഞ്ഞത് GK അങ്ങനെ പഠിക്കണം, ഇംഗ്ലീഷ് അങ്ങനെ പഠിക്കണം. പക്ഷെ അതൊരു നല്ല മാറ്റമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു മോക്കിൽ 340 മാർക്ക് അടിച്ചു. വലിയൊരു കോൺഫിഡൻസ് കിട്ടി. ഞാൻ അന്നോടെ മോക്കടി നിർത്തി, പിന്നെ നേരെ പോയി എക്സാം ചെയ്തതാണ്. ഇനിയും താന്നാൽ മേലോട്ട് പോകാനാവില്ലല്ലോ. അതാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു പുഷ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്. അതുതന്നെയായിരിക്കും നിങ്ങൾക്കും ഇവിടുന്ന് കിട്ടാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ചാൽ, ഒരു ബ്ലൂ ടിക്കിൻ്റെ അപ്പുറത്ത് നമ്മൾ എന്ത് സംശയത്തിനും കൃത്യമായ അറിവുള്ള ഒരാൾ ഉത്തരം തരാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം വളരെ വലുതാണ്. അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. എനിക്ക് മെയിനായിട്ട് ടീമേഴ്സിനോട് മൊത്തമായിട്ട് നന്ദി പറയാണ്ട്, അതിന് മെയിനായിട്ട് സന്ദേശ് സാറോട് ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു.